ഉണ്ടാക്കുന്നത്, അത്ഭുതകരമായ നേട്ടമാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യ മുന്നണി ഈ നിമിഷം. നോക്കൂ, ഏറ്റവും ഒടുവിൽ വരുന്ന വാരണാസിയിലെ കണക്ക് നോക്കൂ. വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ നിൽക്കുന്നു. ചെറിയ കണക്കല്ല. വാരണാസിയിൽ 6223 വോട്ടുകൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ധ്യാനത്തിലിരുന്ന പ്രധാനമന്ത്രിക്ക് വാനപ്രസ്ഥമാണോ വിധിക്കുന്നത് എന്നതാണ് ചോദ്യം. വാരണാസിയിൽ നിന്ന് ഇങ്ങനൊരു വാർത്ത നമ്മളെല്ലാവരും 2024 കണ്ടതാണ് അല്ലേ, ലോക്സഭാ ഇലക്ഷനിൽ. ആ ഒരു വാർത്ത ഒറ്റ സമയത്തേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് അപ്രത്യക്ഷമാകുക ചെയ്ത ആ ഒരു വാർത്ത. കുറേ സമയത്തേക്ക് ആ സ്ഥലത്തെ വാരണാസിയിലെ ഒരു എന്താ പറയുക വോട്ട് ഇലക്ഷൻ റിസൾട്ടുകളും പുറത്തോട്ട് വരാണ്ട് നിന്നു. കുറേ സമയത്തേക്ക് മണിക്കൂറുകളോളം അവിടുത്തെ വോട്ടിൻ്റെ ഒരു കണക്കുമില്ല. പെട്ടെന്ന് ഒരു വാർത്ത പുറത്തോട്ട് വരുന്നു, നരേന്ദ്രമോദി മുമ്പിലായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 4-5 ലക്ഷം വോട്ടിൻ്റെ കുതിപ്പിലോട്ട് പോകുന്ന നരേന്ദ്രമോദി 1.5 ലക്ഷം വോട്ടിൽ ആ കുതിപ്പ് നിർത്തിയ വാർത്ത നമ്മൾ കണ്ടു അല്ലേ. അന്നു മുതലേ രാഹുൽ ഗാന്ധി അടക്കം പ്രതിപക്ഷ പാർട്ടികളടക്കം ഇന്ത്യയിലെ സംഘികളല്ലാത്ത ജനങ്ങളടക്കം പറഞ്ഞു അത് അട്ടിമറിയാണ്. അല്ലെങ്കിൽ അവിടെ കളിച്ചത് BJP അല്ല, അവിടെ കളിച്ചത് BJPയുടെ B ടീമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനാണ് കളിച്ചത് എന്ന് പറഞ്ഞു. അന്ന് ആരും അത് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ അന്ന് ആരും വലിയ കാര്യമായിട്ട് എടുത്തില്ല, അതങ്ങ് വിട്ടുപോയി. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇട്ട ബോംബിന്റെ പിന്നാലെ ബോംബിന്റെ പുക കയറി ചാടി എത്തിയിട്ടുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ വാരണാസിയിലാന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പം അന്നിട്ട് ആ എന്താ പറയാ BJPയുടെ B ടീമായിട്ട് വന്ന ഇലക്ഷൻ കമ്മീഷൻ അന്ന് എത്രത്തോളമാണോ നമ്മുടെ പ്രധാനമന്ത്രിനെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ രാജ്യത്തെ വീണ്ടും NDA സർക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ B ടീമായിട്ട്, നമ്മുടെ BJP സംഘികളുടെ B ടീമായിട്ട് കളിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ എടുത്ത ആ ഒരു എഫേർട്ട് നമ്മൾ ആരും കാണാതെ പോകരുത്. അത് മുന്നോട്ട് വ്യക്തമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ബീഹാറിൽ SIR നടപ്പാക്കണം, തീവ്ര എന്താ പറയുക പരിശോധന, വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധനക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് വാദിച്ച സുപ്രീം കോടതി വരെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ മുഖത്തടിച്ച് കിട്ടിയ പോലെയാണ് പറഞ്ഞത്. അതായത് 11 ഡോക്യുമെന്റ്സ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ആധാർ ഒഴിവാക്കിയിട്ടത്. അതായത് ആ എന്താ പറയുക ആർക്കാണോ വോട്ട് ചേർക്കേണ്ടത്, ആർക്കാണോ വോട്ട് വേണ്ടത്, അയാളുടെ തന്തയുടെയും അയാളുടെ മൂത്ത തന്തയുടെ അടിയാധാരും തണ്ടാധാരും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേണേ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചേർത്ത് തരാം എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ വരെ അവിടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ എന്തുകൊണ്ട് ആധാർ ചേർക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ ആധാർ ഒരു പൗരന്റെ പൗരത്വം കാണിക്കാനുള്ള ഇതല്ല എന്നാണ് വാദിച്ചത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. അപ്പം കോടതി ചോദിച്ചു, പൗരന്റെ ഒരു പൗരത്വം തെളിയിക്കേണ്ട ഒരു അവകാശം അല്ലെങ്കിൽ ആ ഒരു അധികാരവും അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി ഇലക്ഷൻ കമ്മീഷൻ ഏൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട, തൽക്കാലം ഇപ്പം ആധാർ കാണിച്ചു കഴിഞ്ഞാൽ വോട്ട് ചേർത്തി കൊടുത്തോ എന്നുള്ള വിധി ഇന്ന് വന്നിട്ടുണ്ട്. ഇത് കേട്ട് ഞെട്ടിയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ സുപ്രീം കോടതിനെ ചോദിച്ചു, ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ താടിജിനോട് എന്ത് പറയും, ഞങ്ങൾക്ക് ചെല്ലും ചെലവും തന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട പോലെ ഞങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളി തന്ന് ഇത്രയും കാലം ഞങ്ങളുടെ താടിജിനെ എങ്ങനെ വിജയിപ്പിച്ചു കൊണ്ടുവരികയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചില വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ താടിജിനോട് എന്ത് പറയും, താടിജി ഞങ്ങളെ പിടിച്ച് പുറത്താക്കൂലേ എന്ന് ചോദിച്ചപ്പം സുപ്രീം കോടതി പറഞ്ഞ തൽക്കാലം ഇത് തന്നെ മുന്നോട്ട് പോട്ടെ, താൽക്കാലിക വിധിയായിട്ട് നിൽക്കട്ടെ, പിന്നെ നമുക്ക് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ മുന്നോട്ടുള്ളത് ചെയ്യാം എന്നുള്ള രീതിയിലോട്ടാണ് സുപ്രീം കോടതി ഇന്ന് വിധി പറഞ്ഞത്. ഏതായാലും വന്ന താൽക്കാലിക വിധി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ നമ്മുടെ താടി സർക്കാരിനും, അതായത് വോട്ടുകള്ള സർക്കാരിനും നല്ലൊരു തിരിച്ചടി തന്നെയാണ്. ഏതായാലും വാർത്തയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം. ബീഹാർ SIRൽ നിർണായക നിർദ്ദേശവുമായി സുപ്രീം കോടതി. ആധാർ രേഖയായി സ്വീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. രേഖയായി ഉൾപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ ഉൾപ്പെടെ SIR നടപ്പാക്കണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കുകയും ചെയ്തു. ധനേഷ് രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ധനേഷ്, ഇതൊരു പൗരത്വ രേഖയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കമ്മീഷൻ എപ്പോഴും എടുത്തിട്ടുള്ള നിലപാട്. പക്ഷേ കഴിഞ്ഞ തവണയും ഈ കാര്യം പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് ആധാർ ഒരു രേഖയായി അംഗീകരിക്കണമെന്നുള്ളതാണ്. ഇന്നത് കോടതി ആവർത്തിച്ച് പറയുകയായിരുന്നു. എന്തൊക്കെ സംഭവിച്ചു? ശാലിനി, ഒരു പൗരത്വ രേഖ എന്നുള്ള നിലയിൽ ആധാറിനെ കണക്കാക്കാനാകില്ല എന്നുള്ള കാര്യം മുൻകാല സുപ്രീം കോടതി വിധികളുണ്ട്. ഈ കാര്യത്തിൽ സുപ്രീം കോടതി ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരാളുടെ വിലാസം അയാളെ തിരിച്ചറിയുന്ന രേഖ എന്നുള്ള നിലയിൽ ആധാറിനെ പരിഗണിക്കാമെന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആധാറിനെ ഒരു രേഖയായി കണക്കാക്കാൻ നേരത്തെ ഈ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പാലിക്കുന്നില്ലെന്നും ഈ ആധാർ കാണിച്ചാൽ പോലും നേരത്തെ പറഞ്ഞിരുന്ന 11 രേഖകളിൽ മറ്റൊരു രേഖകൾ കൂടി കാണിക്കാൻ അല്ലെങ്കിൽ അതുകൂടി കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായി ഈ RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതി നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നത്. അതായത് ഈ തിരിച്ചറിയൽ രേഖയായി 11 എണ്ണമാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ആധാറും അതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അതുകൂടി പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. പക്ഷേ അത് ചെയ്യാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാൾ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് പുറത്തുപോയി അയാളുടെ പേര് വീണ്ടും ആ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ BLOയെ സമീപിക്കുമ്പോൾ ആധാറിനൊപ്പം തന്നെ മറ്റൊരു രേഖയും കൂടി ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായി ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. മാത്രമല്ല ആധാർ രേഖയായി സ്വീകരിച്ച BLOമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അടക്കം നൽകുന്നു തുടങ്ങിയ വാദങ്ങളും കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ഹർജിക്കാരുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ
പറയുകയുണ്ടായി. 12ാമത്തെ രേഖ എന്നുള്ള നിലയിൽ ആധാറിനെ ഉൾപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായി ഇന്ന് പരിഗണനയ്ക്കെത്തിയ ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും കോടതി പറഞ്ഞത് നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആധാർ ഒരു രേഖയെ തന്നെ അംഗീകരിക്കണമെന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞതാണ്. ആധാർ ഒരു പൗരത്വ രേഖയല്ല, പക്ഷേ ഒരാളുടെ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ അതിനെ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതാണ് എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കമ്മീഷൻ ഇതൊരു 12ാമത്തെ രേഖയായി കണക്ക് കൂട്ടാം എന്നുള്ള നിലയിൽ ഇപ്പോൾ കോടതിയിൽ ഒരു സമ്മതം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. അതായത് 12ാമത്തെ രേഖയായി ആധാർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തിനുള്ളിൽ പുറത്തിറക്കും, അല്ലെങ്കിൽ അത്തരമൊരു വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി അതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന ബീഹാറിന്റെ പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട കേരളം, അസം, പശ്ചിമ ബംഗാൾ, ഒപ്പം തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പുതുച്ചേരി ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതാവും സുപ്രീം കോടതി അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇന്ന് ഈ ഹർജി മെൻഷൻ ചെയ്തിരുന്നു. ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് തേടിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ. ഈ ആധാർ ഒരു പൗരത്വ രേഖയായിട്ട് വേണ്ട, ഓക്കെ, പൗരത്വം മാറ്റി നിർത്ത്. അതിന് നമ്മുടെ മോദി സർക്കാർ വേറെ പലതും കൊണ്ടുവരുന്നുണ്ട്, നമുക്കറിയാം. ആധാറിനെ പോലത്തെ ഒരു രേഖ ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ വോട്ട് ചേർക്കാൻ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നത് അറിയോ? നമുക്ക് ഈ ആധാറിൽ ഒരു പ്രശ്നമുണ്ട്. ആധാറിൽ അച്ഛൻ്റെ പേര് നിർബന്ധമായിട്ടും വേണം, അതല്ലെങ്കിൽ വീട്ട് അഡ്രസ്സ് നിർബന്ധമായിട്ടും വേണം. നമ്മളിപ്പോൾ ഈ മഹാദേവപുരം പോലത്തെ സ്ഥലത്ത്, അല്ലെങ്കിൽ ബീഹാറിലെ മറ്റ് പല സ്ഥലങ്ങളിലും, മഹാരാഷ്ട്രയിലെ മറ്റ് പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലിസ്റ്റിലോട്ട് ഈ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് XYZ വീട്ടുപേരിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ 000 ഒക്കെ ചേർത്തണമെങ്കിൽ ആധാർ പറ്റൂല. അതുകൊണ്ടാണ് ഇത്ര കടുംപിടുത്തം പിടിക്കണതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏത് പൊട്ടണം മനസ്സിലാവൂലേ? അതായത് ആധാർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആധാറിൻ്റെ ത്രൂ അല്ലെങ്കിൽ ആധാർ നമ്പർ ത്രൂ ആളുടെ പേര്, ആളുടെ അച്ഛൻ്റെ പേര്, ആളുടെ വീട്ട് അഡ്രസ്സ് കറക്റ്റായിട്ട് വേണം. അതല്ല നമ്മളായിട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അച്ഛനില്ലാത്തവന് അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുന്ന XYZ അച്ഛന്മാരെയും, അതുപോലെ തന്നെ വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കുന്ന, വീട്ട് നമ്പർ ഉണ്ടാക്കി കൊടുക്കുന്ന 000 വീട്ടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കള്ള വോട്ട് ചേർത്ത് ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ, ഒരു മുറിയിൽ 100, 200, 300, 1000 വോട്ട് വരെ ചേർക്കണം എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ രീതിയിൽ നമ്മുടെ NDA സർക്കാരിന് NDA സർക്കാർ B ടീമായിട്ട് കളിച്ച് വോട്ട് ചേർത്തണം എന്നുണ്ടെങ്കിൽ ആധാർ വലിയൊരു ബുദ്ധിമുട്ടാക്കും. ആധാർ നമുക്ക് പണി തരും. അച്ഛാ ആധാറിൽ ഇപ്പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്, അച്ഛനുണ്ട് അച്ഛാ, ആധാറിൽ വീട്ട് നമ്പർ ഉണ്ട് അച്ഛാ, അതുകൊണ്ട് എൻ്റെ പൊന്നു അച്ഛാ നമ്മളിതൊക്കെ ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ആധാർ ഇല്ലാത്ത ഒരു വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കാൻ, ആധാർ ചേർക്കാത്ത രീതിയിൽ ഒരു വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കാൻ പറ്റും അച്ഛാ 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിശ്വഗുരുവായിട്ടുള്ള അച്ഛൻ്റെ പിന്നാലെ നടക്കുന്ന പിഞ്ചു മക്കളായ B ടീമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അണ്ണാക്കിലോട്ടാണ് ഇപ്പോഴത്തെ അടി കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? അതെ, അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ആധാർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൃത്യമായിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആധാറിൽ പറഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ ചേർത്തേണ്ടി വരും. ഇതൊന്നും ചേർത്താണ്ട് ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിൽ വോട്ടുകൾ ചേർത്തി മോദി വാരണാസിയിൽ ജയിപ്പിച്ച പോലെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും നമ്മുടെ BJP കാൻഡിഡേറ്റ്സ് ജയിപ്പിച്ച പോലെ കള്ള വോട്ടുകൾ ചേർത്തണമെങ്കിൽ ആധാർ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആധാറൊന്നും വേണ്ട, ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾ പറയും അച്ഛൻ്റെ പേര് ABCD XYZ, അതുപോലെ തന്നെ വീട്ടു നമ്പർ 00011112222 എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ ഇട്ട് തരുന്നത് നിങ്ങൾ ഇട്ടങ്ങ് ആഡ് ചെയ്തോ, അങ്ങനെ ലക്ഷക്കണക്കിൽ വോട്ട് ചേർത്തിക്കോ, എങ്കിലല്ലേ നമുക്ക് ഇതേപോലെ ഓരോ ടൈമിലും നമുക്ക് ഇങ്ങനെ ജയിച്ച് കയറാൻ വരും. ഇൻ കേസ് എവിടെയെങ്കിലൊക്കെ ഒന്ന് നമ്മുടെ താടിജിയും അതുപോലെ തന്നെ കാര്യപ്പെട്ട ആൾക്കാർ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വോട്ട് എണ്ണുന്നതൊക്കെ നമ്മളൊന്ന് നിർത്തിവെച്ച് നമ്മുടെ ലിസ്റ്റ് അതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റി, അത് EVM ആണെങ്കിലും വേണ്ടില്ല, ഏത് കൊമ്പത്തെ സംഭവമാണെങ്കിലും വേണ്ടില്ല, അതിൽ കുത്തിക്കയറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് ജയിപ്പിച്ചെടുക്കണ്ടേ? ഇതിന് കഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയും അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരു സർക്കാരും കഷ്ടപ്പെടുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനൊക്കെ ഉള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടേ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പാവപ്പെട്ട സംഘികൾക്കും ബാക്കിയുള്ളവരോടും പറയുന്നത്. പക്ഷേ കോടതിക്ക് അത് വ്യക്തമായി മനസ്സിലായതുകൊണ്ട് താൽക്കാലികമായിട്ട് ആട് നിൽക്കട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത്, പല സ്ഥലങ്ങളിലുമായിട്ട് ഇനിയൊരു ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടെന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഞങ്ങൾ സുപ്രീം കോടതിയും കൂടെ നിങ്ങളെ CTമായിന്ന് ഒരു പേര് വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരാതി വേണ്ട എന്നുള്ള രീതിയിൽ കോടതി തൽക്കാലം വേണ്ട രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തു എന്നാണ് നമ്മൾ ഈ ഒരു വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇതിലഭിപ്രായമുള്ളവർ കമൻ്റ് ഇട്, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാക്സിമം ഷെയറും ചെയ്യും. അപ്പോൾ ശരി.